ഇന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് ഹലോ മലയാളത്തിൽ ഗസ്റ്റായി അതിഥിയായി എത്തിയിരിക്കുന്നത്. വെൽഫെയർ UDF ധാരണയും സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ വിമർശനങ്ങളും രാഷ്ട്രീയകരണം ചർച്ചയാക്കുന്നതിനിടെയാണ് ഇപ്പോൾ നമുക്ക് അതിഥിയായി മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാം എത്തിച്ചേർന്നിരിക്കുന്നത് ലീഡേഴ്സ് മോർണിംഗിൽ. ശ്രീ PMA സലാം, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും രാവിലെ കുറച്ച് നേരത്തെ തന്നെ നമുക്കിങ്ങനെ ടെലിവിഷൻ സ്റ്റുഡിയോയിലേക്കൊക്കെ എത്തേണ്ടി വരുന്നു, ഇങ്ങനെ പ്രേക്ഷകരോട് സംവദിക്കേണ്ടി വരുന്നു. ഇപ്പോൾ രാവിലത്തെ പതിവ് ചിട്ടകളൊക്കെ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ? അല്ല, രാവിലെ ഞങ്ങളെ പൊതുപ്രവർത്തകരുടെ ജീവിതം രാവിലെ നേരത്തെ തുടങ്ങുമല്ലോ. ധാരാളം വിസിറ്റേഴ്സ് ഉണ്ടാവും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിലാവുമ്പോൾ വിവിധ ശാഖകളിൽ നിന്ന്, ഘടകങ്ങളിൽ നിന്ന്, സംഘടനകളിൽ നിന്നൊക്കെയുള്ള ആളുകളുമായി നിരന്തര സമ്പർക്കമാണല്ലോ. രാവിലെ മുതലേ അത് തുടങ്ങും. ഇപ്പോൾ ആ തിരക്കിൻ്റെ സമയം കൂടിയാണല്ലോ. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളൊക്കെ ഫീൽഡിലുണ്ട്. UDFൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടത് ബാധ്യതയുണ്ട്. എല്ലാ പ്രദേശത്തും കുഴപ്പങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, പാർട്ടി ഇടപെടേണ്ടതുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതും ഇടപെടേണ്ടതും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കാണ്. തീർച്ചയായും നല്ല തിരക്കായിരിക്കും. ജീവിതചര്യയുടെ ഒരു ഭാഗമാണ്, വിഷമമില്ല. അതെ, ആ തിരക്കാണ് കൂടുതൽ ഊർജ്ജം നൽകുന്നത് മുന്നോട്ട് പോകാൻ. എന്തായാലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുന്നുണ്ടോ? അല്ല, കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ചെറിയ പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ചു വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ ഈ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചൊക്കെ പ്രശ്നങ്ങൾ തുലവും കുറവായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. 2005-ലും 2020-ലും ഇടതു മുന്നണിയെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വല്ലാതെ പിന്തുണച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു എന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം 2010-ൽ UDFന് അനുകൂലമായ ഒരു വിധി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുണ്ടായി. 2011-ൽ സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനം കണ്ടു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു. ഇതാണ് പൊതുവെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു സെമി ഫൈനൽ എന്ന മട്ടിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ടോ? തീർച്ചയായും. ഇവിടെ പറഞ്ഞല്ലോ, 2010-ൽ UDFന് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാകാൻ കാരണം 2006 മുതലുള്ള ഇടതുമുന്നണിയുടെ ഭരണമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കാലത്ത് അതിൻ്റെ ഭരണത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങൾ സ്വാഭാവികമായും അവർക്കെതിരെ പ്രതികരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞങ്ങൾ വോട്ടർമാരെ സമീപിക്കുമ്പോൾ ഒരു നല്ല പ്രതികരണം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനം വളരെ എളുപ്പമാകുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം വോട്ടർമാരുമായി UDF പങ്കുവെക്കുന്ന വികാരങ്ങൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ നിത്യജീവിതത്തിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെയാണ് UDF അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് വോട്ടർമാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജോലി വളരെ കുറവാണ്. അവരെ ബൂത്തിലെത്തിക്കുക എന്ന ഉത്തരവാദിത്വം മാത്രം ഞങ്ങൾ ചെയ്താൽ മതി എന്നുള്ളിടത്താണ് ഇപ്പോൾ UDF ഉള്ളത്. നല്ല പ്രതീക്ഷയിലാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ മുന്നണിയുടെ കേരള ഭരണം അത് ജനങ്ങൾക്കുണ്ടാക്കി വെച്ച ബുദ്ധിമുട്ടുകൾ ചില്ലറയൊന്നുമില്ല. എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമാക്കി. സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി. അവശ്യ സാധനങ്ങളുടെ വില വാണം പോലെ കുതിച്ചുയർന്നു. 100 രൂപയുണ്ടായിരുന്ന വെളിച്ചെണ്ണ 9 വർഷം കൊണ്ട് 500 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. എല്ലാ അവശ്യ സാധനങ്ങളുടെയും. പക്ഷേ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ആണോ പ്രധാനപ്പെട്ട വിഷയമാവുക എന്നുള്ളത് നമ്മുടെ ഒരു സംശയമുണ്ടല്ലോ. പക്ഷേ കൗതുകകരമായ ഒരു കാഴ്ച, ഈ LDF ആയാലും UDF ആയാലും പ്രകടന പത്രിക അവതരിപ്പിച്ചപ്പോൾ ഒരു സംസ്ഥാന ഭരണം കിട്ടിയാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അടക്കം അവതരിപ്പിച്ചുകൊണ്ടാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രകടന പത്രിക അവതരിപ്പിച്ചത്. അപ്പോൾ അത് എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാണ് ആ പ്രകടന പത്രിക? ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം കരസ്ഥമാക്കിയാൽ ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലല്ലോ. തീർച്ചയായും UDFനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി പുറത്തിറക്കിയ മാനിഫെസ്റ്റോ
നടപ്പാക്കാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് UDF പുറത്തിറക്കിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രാദേശിക ഭരണകൂടങ്ങളാക്കി മാറ്റിയതാണ്. ഇത് ജനങ്ങളുടെ വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും താഴെ തട്ടിലുള്ള വികസനം ലക്ഷ്യമാക്കിയാണ് ഈ പ്രാദേശിക ഭരണകൂടങ്ങളാക്കി നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ മാറ്റിയത് ഭരണഘടനാ ഭേദഗതിയിലൂടെ. അതിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ എടുത്തു കളയുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 9 കൊല്ലമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക്, തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അധികാരങ്ങൾ മുഴുവൻ വെട്ടിക്കുറക്കുകയാണ്. അവർക്ക് ബജറ്റിൽ അനുവദിച്ച ഫണ്ട് പോലും നൽകാതിരിക്കുകയാണ്. നൽകിയത് തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുകയാണ്. അതിൽ അടങ്കോലിടുകയാണ്. എല്ലാ പദ്ധതികളിലും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ നിബന്ധനകൾ, ഗവൺമെൻറ്റിൻ്റെ കൂട്ടിച്ചേർക്കലുകൾ വരികയാണ്. എല്ലാ അധികാരങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് തിരിച്ചെടുത്ത് സർക്കാരിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പ്രാദേശിക ഭരണകൂടം എന്ന നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞന്മാരുടെ വലിയ പ്രതീക്ഷകൾക്ക് ഈ ഇടതുപക്ഷ ഭരണകൂടം കേരളത്തിൽ മാനിഫെസ്റ്റോയെ മുൻനിർത്തി തന്നെ അതിനെതിരെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിമർശനം പറയാം. അതായത് ഈ വാർഡുകൾക്ക് എല്ലാവർക്കും ഉപാധിരഹിത ഫണ്ട് കൊടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായി പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി ഉയർന്ന ഒരു വിമർശനം, പഞ്ചായത്തിനെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് ഉള്ള ഒരു സമീപനമല്ല സ്വീകരിക്കുന്നത്. അതായത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാന തത്വത്തെ ലംഘിക്കുകയാണ് UDFിൻ്റെ പ്രകടന പത്രിക എന്നൊക്കെ തോമസ് ഐസക് അടക്കം വിമർശിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ താങ്കൾ അത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഈ താങ്കൾ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ കോൺട്രഡിക്ടറി ആയി നിൽക്കുന്നില്ലേ? ഒരിക്കലുമല്ല. ഇത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ ഓരോന്നായി ഗവൺമെൻറ് കവർന്നെടുക്കുമ്പോൾ ബഹുമാന്യരായ നേതാക്കന്മാർ എവിടെയായിരുന്നു? പഞ്ചായത്തുകൾക്ക് ഫണ്ട്, ബജറ്റിൽ പറഞ്ഞ ഫണ്ട് പോലും കൊടുക്കാതിരിക്കുക. ആ ഫണ്ട് കൊടുത്താൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര ശതമാനം പിടിച്ചെടുക്കുക. ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്ക് ട്രഷറി ബാൻ വരിക, ട്രഷറിയിൽ നിന്ന് ഫണ്ട് എടുക്കാൻ കഴിയാതെ പോകുക. അതിനൊക്കെ പുറമെ പഞ്ചായത്തുകളുടെ ഓൺ ഫണ്ടിൽ നിന്ന് 2.5% കേരള സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾക്ക് നൽകാൻ ഉത്തരവ് വരിക. ഇതൊക്കെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ അധികാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ്. അവർക്ക് ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നൽകിയ സേവനങ്ങൾ, നൽകിയ അധികാരങ്ങൾ, അവകാശങ്ങൾ ഓരോന്നായി ചവിട്ടി മെതിക്കപ്പെടുന്ന സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടായപ്പോൾ ഒന്നും പറയാൻ ഈ നേതാക്കന്മാരെ ഒന്നും കണ്ടില്ല. ഞങ്ങളത് വീണ്ടും നൽകും, അവരുടെ അധികാരങ്ങളൊക്കെ അവരിലേക്ക് തന്നെ കൊടുക്കും. ഇപ്പോൾ UDFിൻ്റെ ഭരണകാലത്ത് ഒരു പദ്ധതി ആരംഭിച്ചു, പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മാർച്ച് 31 ആകുമ്പോഴേക്ക് UDFിൻ്റെ കാലത്ത് ചെയ്തിരുന്നത്, ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ചെയ്തിരുന്നത്, ആ മാർച്ച് 31 കഴിഞ്ഞാലും ആ പദ്ധതി പൂർത്തിയാക്കാനും അതിനനുവദിച്ച ഫണ്ട് ഉപയോഗിക്കാനും അനുവദിച്ചിരുന്നു. ആ കാലം കഴിഞ്ഞിട്ടും ഈ ഗവൺമെൻറ് ചെയ്തത് എന്താ? മാർച്ച് 31 കഴിഞ്ഞാൽ ആ ഫണ്ട് തിരിച്ചെടുക്കുകയാണ്. ഒരു ദിവസം പോലും നീട്ടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പകുതി വഴിയിലിട്ട് പോയ പദ്ധതികളുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സാധാരണ താഴെത്തട്ടിലുള്ള ഭരണത്തിന്റെ ഒരു ഫലം ഏറ്റുവാങ്ങുന്ന സാധാരണക്കാർ ഇത്തവണ UDFിന് അനുകൂലമായി ചിന്തിക്കുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായും താങ്കളിൽ നിന്ന് എല്ലാവരും കേൾക്കാൻ പ്രതീക്ഷിക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ UDFിൻ്റെ വെൽഫെയർ പാർട്ടിയുമായുള്ള ധാരണയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ്. കാരണം അതാണല്ലോ ഒരു ചർച്ചാ വിഷയമായി, ഒരു തർക്ക വിഷയമായൊക്കെ ഇപ്പോഴും തുടരുന്നത്. ആ കാര്യത്തിൽ ഒരു തരത്തിലും അത് ഏതെങ്കിലും തരത്തിൽ ഈ UDFിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കിനെ ബാധിക്കാത്ത വിധം തന്നെ മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഇത് സ്വാഭാവികമായും UDFിനെതിരെ രാഷ്ട്രീയമായോ രാജ്യത്തിലെ യാഥാർത്ഥ്യങ്ങളുമായോ ബന്ധപ്പെട്ട് UDFിനെ എതിർക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് കൊണ്ടുവരുന്ന പഴകിപ്പുളിച്ച ആരോപണങ്ങളാണ്. നേരെ മറിച്ച് LDF SDP-യുമായും PDP-യുമായും കൂട്ടുകെട്ടിലാണ്. അത് ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും PDP പരസ്യമായി LDFിന് വേണ്ടി വർക്ക് ചെയ്തിരുന്നു, പ്രവർത്തിച്ചിരുന്നു. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ SDP-യുമായി CPM LDF സഖ്യം ചെയ്തിരുന്നു.
ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. കാസർഗോഡ് ജില്ലയിലൊക്കെ മുസ്ലിം ലീഗിനെ UDF-നെ എതിർക്കാൻ SDP-യുമായി സഖ്യം ചെയ്ത് സീറ്റ് വിഭജനം വരെ നടത്തി മുന്നോട്ട് പോകുന്ന പഞ്ചായത്തുകളുണ്ട്. എനിക്കറിയില്ലല്ലോ, കോട്ടയം ജില്ലയിൽ ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ കാലത്ത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി UDF ഭരിക്കുന്നതാണ്. ആ UDF-ന്റെ ചെയർമാനെതിരെ LDF CPM അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് SDP-യെ കൂട്ടുപിടിച്ചിട്ടാണ്. അതേ കോട്ടയം ജില്ലയിൽ തന്നെ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ UDF ഭരിക്കുന്ന കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ UDF ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം LDF കൊണ്ടുവന്നത് BJP-യെ കൂട്ടുപിടിച്ചിട്ടാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ആവശ്യാനുസരണം രാജ്യത്തെ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്ന LDF ഞങ്ങളെ വെറുതെ ആരോപണം ഉന്നയിക്കുന്നു, മറ്റേ കാലിലാണ് എന്ന് മാത്രമേ. സ്വാഭാവികമായി ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയമൊക്കെ കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരെല്ലാവരും ഏതാണ്ട് ഒരുമിച്ച് തന്നെ ആ കാര്യത്തിലൊക്കെ ഒരു നിലപാട്, അതാത് പാർട്ടികളുടെ നിലപാടായാലും ചിലപ്പോൾ ഒരേ സ്വഭാവത്തിലൊക്കെ വന്നിരിക്കും. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായി ഒരു ധാരണ, ആ കാര്യത്തിൽ വ്യക്തമായി സംസ്ഥാനത്തെമ്പാടുമുള്ള ഒരു ധാരണയായി തന്നെ ആവർത്തിച്ച് UDF നേതാക്കൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൽ ആരൊക്കെയാണ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്? ഇപ്പോൾ EK വിഭാഗം എന്ന് പറയുന്നത് എന്തൊക്കെ വന്നാലും 2016 വരെയെങ്കിലും ഒരൊറ്റക്കെട്ടായി ലീഗിന് അനുകൂലമായി അല്ലെങ്കിൽ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു വന്നവരാണ്. ഇപ്പോൾ മാർക്കസ് ഉദ്ധവ വിഭാഗം ഇപ്പോൾ എതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അവരും പരമ്പരാഗതമായി UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരെന്ന് പൊതുവെ വിലയിരുത്തുന്നവരാണ്. അങ്ങനെയുള്ള വോട്ട് ബാങ്കിൽ ഇത് ഒരു പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇതൊക്കെ വ്യാപകമായി വെറുതെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. വെൽഫെയർ പാർട്ടി 10-30 കൊല്ലക്കാലം LDF-ന്റെ കൂടെയായിരുന്നു. സ്ഥിരമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിരുന്നാലും നിയമസഭയായിരുന്നാലും ലോകസഭയായിരുന്നാലും ഒക്കെ നിരന്തരമായി LDF-ന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. ആർക്കും ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ല. ഒരുമിച്ച് വേദി പങ്കിട്ടിരുന്നു. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയനും വെൽഫെയർ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരും ഒരുമിച്ച് വേദി പങ്കിട്ടിരുന്നു. PDP-യുമായി അബ്ദുൽ നാസർ മഅദനി അവர்களுമായി പിണറായി വിജയൻ വേദി പങ്കിട്ട് സഖ്യം ചെയ്ത് സംസാരിച്ചിരുന്നു, പ്രസംഗിച്ചിരുന്നു, മുന്നോട്ട് പോയിരുന്നു. എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം, അതായത് CPIM അവരുമായി സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹകരിച്ചതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. അവരതിന് ഉത്തരം പറയട്ടെ. അവരുടെ ആരോപണങ്ങളെ ആ നിലയ്ക്ക് നമുക്ക് കണക്കാക്കാം. എൻ്റെ പ്രശ്നം ഇപ്പോൾ EK സുന്നി വിഭാഗത്തിനുള്ളിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന വിമർശനങ്ങൾ, അതല്ലെങ്കിൽ ഈ മാർക്കസ് ഉദ്ധവ വിഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങളെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. ഞാൻ പറയുന്നത് മതസംഘടനകളുടെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ആളല്ല. മതസംഘടനകൾ അവരുടെ തീരുമാനവും അഭിപ്രായമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ഇടപെടാറില്ല. ഈ വെൽഫെയർ പാർട്ടി LDF-യുമായുള്ള ബന്ധത്തിൽ നിന്ന് അതിർത്തി വരുത്തി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത് ഇന്നല്ല, ദിവസങ്ങളായി, ആഴ്ചകളായി, വർഷങ്ങളായി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് UDF-ന് നിരുപാധിക പിന്തുണ വെൽഫെയർ പാർട്ടി നൽകിയിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്താകമാനം അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടാണത്. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന NDA-യുടെ BJP-യുടെ സംഘപരിവാറിൻ്റെ ഗവൺമെൻറ് ജനാധിപത്യവും മതവിശ്വാസവും മതനിരപേക്ഷതയ്ക്കൊക്കെ എതിരായി നടക്കുന്നു, ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെ പ്രതിരോധിക്കണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യത്ത് അനിവാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ രാജ്യത്താകമാനം വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുത്തിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിലും UDF-ന്റെ സ്ഥാനാർത്ഥികൾക്കാണ് വെൽഫെയർ പാർട്ടി കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത് ചില പ്രാദേശികമായി സംസ്ഥാന തലത്തിൽ UDF-യുമായി വെൽഫെയർ പാർട്ടിക്ക് സഖ്യമില്ല, മുന്നണി ബന്ധമില്ല, ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. ആകെയുള്ളത് പ്രാദേശികമായി വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥികളെ സഹായിക്കുന്നു. പകരം അപൂർവ സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് UDF-ന്റെ പ്രവർത്തകർ പ്രാദേശികമായി വോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ ഒരു മുന്നണി ബന്ധം വെൽഫെയർ പാർട്ടിയുമായി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഈ മതസംഘടനകളുടെ പ്രശ്നം, മതസംഘടനകൾ ആരോപിക്കുന്നത് എന്താണ്? ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു, മതരാഷ്ട്രവാദികളായ RSS-നെയും BJP-യെയും ഒക്കെ നേരിടാൻ വെൽഫെയർ പാർട്ടിയെ ഒപ്പം ചേർക്കുന്നു. പക്ഷേ ഈ മതസംഘടനകൾ, അതായത് എല്ലാ കാലത്തും UDF-നൊപ്പം നിന്ന മതസംഘടനകൾ തന്നെ പറയുന്നത്
ഇത് മതരാഷ്ട്രവാദികളാണ് ഇവരും. ഈ മതരാഷ്ട്രവാദികളെ ഒപ്പം ചേർക്കുന്നത് ശരിയല്ല, UDF ഒപ്പം ചേർക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അവർ നിങ്ങളെ തോൽപ്പിക്കുമെന്ന് പറയുന്നില്ല, ലീഗിനെ തോൽപ്പിക്കുമെന്ന് പറയുന്നില്ല, UDFനെ തോൽപ്പിക്കുമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പരാജയപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഇപ്പോൾ 100-300 സീറ്റുകളിൽ താഴെയാണ് ആ ധാരണയുള്ളത്. അവരെ പരാജയപ്പെടുത്തും എന്ന് പറയുന്നു. അപ്പോൾ അത് നേരിട്ട് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ. അപ്പോൾ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ട ഇടപെടൽ, അതായത് ഈ മതസംഘടനകളുടെ ഇടപെടലുകളെ പരാജയപ്പെടുത്താൻ വേണ്ട ഇടപെടൽ മുസ്ലിം ലീഗ് നടത്തുമോ? അല്ല, ഞങ്ങൾക്ക് മതസംഘടനകളുമായി ഏറ്റുമുട്ടാനൊന്നും മുസ്ലിം ലീഗോ UDF തയ്യാറല്ല. അവരുടെ വിമർശനങ്ങളെ ഞങ്ങൾ ക്രിയാത്മകമായി തന്നെ കാണും. പക്ഷേ വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി നമ്മുടെ ദേശീയ സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടി ഒരു കാലത്തും മതരാഷ്ട്രവാദം വെൽഫെയർ പാർട്ടി ഉന്നയിച്ചതായി ആർക്കും പറയാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ അവരുടെ വോട്ട് കൊണ്ട് UDFൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വരും എന്ന വാദം ശരിയാവണമെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലടക്കം മുസ്ലിം ലീഗിന് അഭൂതപൂർവമായ ഭൂരിപക്ഷം. ശ്രീ PM സലാം, താങ്കൾ തള്ളി പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളെയാണ്, PK ഫിറോസിന്റെ വാക്കുകളാണ്. ഇവരെല്ലാവരും ഈ മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ വളരെ സജീവമായി സോഷ്യൽ മീഡിയയിലൊക്കെ അവരങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ വീഡിയോകൾ നമുക്ക് കാണാം. ഒരുപക്ഷെ അത് ഇടതുമുന്നണിക്കൊപ്പം വെൽഫെയർ പാർട്ടി നിന്ന കാലത്ത് പറഞ്ഞതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തിരിച്ചിപ്പുറത്ത് വരുമ്പോൾ അവർ പറയുന്നു എന്ന് ആരോപിക്കാം. പക്ഷേ ഇതൊരു ഇരട്ടത്താപ്പല്ലേ? അല്ല, നിങ്ങൾ ഇതുവരെ വെൽഫെയർ പാർട്ടിയെ പറഞ്ഞിട്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിലേക്ക് പോയിരിക്കുന്നു. ചർച്ചയിൽ വരുന്നുമില്ല. ഞാൻ വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് പറയുന്നത്. അതിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലാത്തവരുണ്ടല്ലോ, ധാരാളം മുസ്ലിങ്ങളുണ്ടല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, UDFന് അവരുമായി സംസ്ഥാന തലത്തിൽ സഖ്യമോ മുന്നണി ബന്ധമോ ഇല്ല. പക്ഷേ പ്രാദേശികമായി അവർ UDFൻ്റെ സ്ഥാനാർത്ഥികളെ സഹായിക്കുന്നുണ്ട്. അതിപ്പോൾ RSSുമായി സഖ്യം പാടില്ല, പക്ഷേ BJPയുമായി സഖ്യമാകാം എന്ന് പറയുന്ന മട്ടിലുള്ള ഒരു കണ്ടെത്തലല്ലേ അത് യഥാർത്ഥത്തിൽ? ആത്യന്തികം ഇപ്പോൾ BJP നോക്കിയാൽ അവിടെ മുസ്ലിങ്ങൾ ധാരാളം, അല്ല അഹിന്ദുക്കളായ ധാരാളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രകടമായ വ്യത്യാസമുണ്ട്. അല്ലല്ല, അങ്ങനെയല്ല. അങ്ങനെ BJPയെയും വെൽഫെയർ പാർട്ടിയെയും ഒരുപോലെ താരതമ്യപ്പെടുത്തുന്നതിന് ശരിയല്ല. ഞാനതിനോട് യോജിക്കുന്നില്ല. BJP ഈ രാജ്യത്ത് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് കൃത്യമായി നമുക്കറിയുന്നതാണല്ലോ, ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പോലും രാജ്യത്ത് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ SIR പോലുള്ള കാര്യങ്ങൾ, അതുപോലുള്ള എത്രമാത്രം CAA, NRC, മുത്തലാഖ് ബില്ല്, അതുപോലുള്ള ഭരണഘടനാ വിരുദ്ധമായ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്ന് മനുഷ്യരെ ഭിന്നിപ്പിച്ച് വർഗീയ സംഘർഷത്തിലൂടെ രാജ്യത്ത് അധികാരം കുത്തകയാക്കി വെച്ച സംഘപരിവാറുമായി ഈ വെൽഫെയർ പാർട്ടിയെ നിങ്ങൾ താരതമ്യപ്പെടുത്തിയാൽ അത് എത്രത്തോളം ശരിയുണ്ട് അതിൽ? പക്ഷേ അതാണ് എങ്ങനെയാണെങ്കിൽ ആ താരതമ്യത്തിലൊരു പ്രശ്നമുണ്ട്. ശരിയാണ്, അത് ഞാൻ പ്രധാനമായും അതിന് കാരണം ഇവിടെ ഈ പറയുന്ന ഭരണത്തിലിരിക്കുന്ന പാർട്ടി, ഇവിടെ ബഹുഭൂരിപക്ഷം നേടുന്ന പാർട്ടി ഒക്കെ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്നു, ആ നിലയ്ക്ക് ഇടപെടുന്നു എന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആ നിലയ്ക്ക് അങ്ങനെ ഒരു താരതമ്യമൊന്നും തൽക്കാലം നിൽക്കുന്നതല്ല. പക്ഷേ ഒരു പ്രശ്നം, ഈ കാര്യം എന്തുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന മത നേതാക്കൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതായത് മാർക്കസുദ്ദവയ്ക്കോ EK സമസ്തയിലെ പണ്ഡിതർക്കോ ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള പ്രശ്നം കൂടിയില്ലേ? അവരോടത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലൊരു രാഷ്ട്രീയ പാർട്ടിക്കില്ലേ? അല്ല, ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞല്ലോ. മതസംഘടനകളുടെ അഭിപ്രായങ്ങളിൽ ഇടപെടാൻ ഞങ്ങളില്ല. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അവരത് പറയട്ടെ. ഞങ്ങൾ അവരുടെ അഭിപ്രായങ്ങളെ ഖണ്ഡിക്കുന്നില്ല, അത് എതിർക്കുന്നില്ല, വിമർശിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നന്നായി ഇത്തരം അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും വന്നിരുന്നു. അപ്പോൾ ഇതിലൊന്നും ഇത് ഒരു പൊതു തത്വത്തിന് വേണ്ടിയുള്ള ഒരു യോജിപ്പ് മാത്രമാണ് പ്രാദേശികമായി നടക്കുന്ന, അതിനപ്പുറത്തേക്കില്ല എന്ന് ഞങ്ങളുടെ നേതാക്കന്മാർ, കുഞ്ഞാലിക്കുട്ടി സാഹിബാണെങ്കിലും ഫിറോസ് സാഹിബാണെങ്കിലും ആരാണെങ്കിലും ഞങ്ങളൊക്കെ പറയുന്നത് ഒന്നു തന്നെയാണ്. അതിൽ വ്യത്യസ്തത കണ്ടെത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ വിജയിക്കില്ല. അല്ല, അപ്പം മുന്നണിയിലേക്ക് ഇവർക്ക് പ്രവേശനം അനുവദിക്കില്ല എന്ന് തന്നെയാണല്ലേ?
അല്ല, ആ ഒരു ചർച്ച UDF-ൽ വന്നിട്ടേ ഇല്ല. റൈറ്റ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാകുന്നത് 300 സീറ്റിൽ മത്സരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുമെന്ന് പരമ്പരാഗത UDF-ന്റെ വോട്ട് ബാങ്കിൽ നിന്ന് തന്നെയുള്ള മത നേതാക്കൾ പറയുന്നു എന്നതുകൊണ്ടാണ്. എന്തായാലും ഇത്രയും പ്രതികരണങ്ങൾ വിശദമായി രാവിലെ ഈ തിരക്കുള്ള സമയത്ത് നടത്തിയതിന്, ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി തരാൻ സഹായിച്ചതിന് വളരെ നന്ദി ശ്രീ PMA സലാം. നന്ദി, നമസ്കാരം.